ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നന്ദു എൻ്റെ നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം വെളുത്ത് നമ്മുടെ ടേബിൾ റോസയിലൊക്കെ മുട്ടിട്ടൊക്കെയാണ് കേട്ടോ, ആരും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കാലത്തുള്ള പണിയിലോട്ട് കിടക്കാം കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് വയലറ്റ് ക്യാബേജ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ വെക്കാത്ത ഒരു സംഭവം ഉണ്ടാകും. എപ്പോഴും മേടിക്കുന്നത് വെള്ള ക്യാബേജാണ്. ആദ്യമായിട്ടാണ് വയലറ്റ് ക്യാബേജ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കഴുകിയിട്ട് ഇങ്ങനെ ഞാൻ ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചേക്കാൻ കേട്ടോ. എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ ഇതിനകത്ത്. അപ്പോൾ എപ്പോഴും ക്യാബേജ് അരിയുമ്പോൾ അങ്ങനെ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. ഇതും അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്തിരി കളറ് അതിൽ നിന്ന് പോകുന്നുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങാട് കളറ് പോകില്ല. ഒരു നേരിയൊരു ലൈറ്റ് നീല കളറ് ആണ് വെള്ളത്തിനുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് അരിഞ്ഞിട്ട് കഴുകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ നമ്മൾ സാധാ ക്യാബേജ് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് അവർ ഇങ്ങനത്തെ ക്യാബേജ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചത് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, തേങ്ങാപ്പീര, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകവും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിരുമ്മി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇതിട്ടങ്ങാട് വാട്ടിയെടുത്ത് കുറച്ച് നേരം മതി, പെട്ടെന്ന് വാടിക്കോളൂ കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാര്യം ഇതിൻ്റെ കളറ് കാണുമ്പോഴേ അപ്പം മക്കളെ കാരണം രണ്ടുപേരും ഈ കറി കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കാമല്ലോ പറഞ്ഞിട്ടേ ഇത് ഉപ്പിട്ട് തിരുമ്മി വെച്ചാൽ മതി. എന്നിട്ട് സാധാ പോലെ കറിയൊക്കെയാണ് ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നണേ മറ്റേ ക്യാബേജിനുള്ള ഒരു മണം ഇതിനില്ല. സാധാ മറ്റേ ക്യാബേജ് വെക്കുമ്പോൾ വെള്ള കളർ ക്യാബേജിന് ഇത്തിരി കൂടെ മണമുള്ള പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോയ ഫുഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഒലത്തും ഒരു ചാറ് കറിയും നിർബന്ധമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒലത്ത്. അപ്പോൾ ക്യാബേജ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കളർ ഇരിക്കുന്നത്. ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ലതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്ക്, പെട്ടെന്ന് കഴിയും. അപ്പോൾ കുട്ടികൾ ഇന്ന് ഇതാണ് കൊണ്ടുപോയത് രണ്ടാളും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നില്ലല്ലോ. മുട്ടപ്പത്തിരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. അതിൽ ഒരു മസാല ഉണ്ടാക്കിയിട്ട് വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് മക്കൾക്ക് കൊടുത്തത്. ചെറുത് അങ്ങനെ മസാല കറികളൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആളിന്നിത് പഞ്ചസാരയും കൂട്ടിയാണ് ആൾ കഴിച്ചത്. നവനൂട്ടൻ കഴിച്ചത് പഞ്ചസാരയും കൂട്ടി, മോള് ഞാനും ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മക്കളെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ പൂക്കളെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ 10 മണിയാവും, 9:30 ആകുമ്പോഴേക്കും എല്ലാവരും വിരിഞ്ഞ് തുടങ്ങും. എന്ത് ഭംഗിയാണെന്ന് അവർ വിരിഞ്ഞിക്കണ കാണാനായിട്ട്. എനിക്കറിയില്ലായിരുന്നു ഇതിനെ 10 മണി ചെടി എന്ന് വിളിക്കുമെന്നേ. 10 മണിക്ക് പൂ വിരിയണ കൊണ്ടാട്ടേന് ഇതിനെ 10 മണി ചെടി എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ടേബിൾ റോസാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പല കളറുണ്ടല്ലോ ഇത്. വിരിഞ്ഞിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് കാണാൻ. ഇങ്ങനെ വിരിഞ്ഞിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഇത് അമ്മ കൊണ്ടു തന്നതാണ് കേട്ടോ, എവിടെ നിന്ന് ആരോ കൊടുത്തതാണേ. ഇപ്പോൾ നമ്മൾ മേടിച്ച നട്ട ചെടികളെല്ലാം നശിച്ചു പോയിട്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ ചെടികളൊക്കെ പിടിക്കുന്നുണ്ടേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടൊക്കെ മേടിച്ച് നടന്നുണ്ട്. ഇപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ നമുക്ക്. ഒരു 10 മണി ആവാറാകുമ്പോഴൊക്കെ എല്ലാവരും നിറച്ച് പോയിട്ട് നിൽക്കും. കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ. ചേട്ടൻ വന്നേ. അപ്പോൾ മീനയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ താമര നട്ടിരുന്ന ഉരുളിയിൽ നിന്ന് താമരയൊക്കെ മാറ്റിയിട്ട് ഇപ്പം മീനിടാനുള്ള പ്ലാനാണ്. അപ്പം ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള താമരയൊക്കെ മേടിച്ചിട്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൽ മീനെ കൊണ്ടുവന്നിട്ടാക്കിയാണ് ഇപ്പം. അപ്പോൾ കാണാൻ എല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അവരുടെ കുറേ സമയമൊക്കെ ഇങ്ങനെ ഈ മീനെയൊക്കെ നോക്കിയൊക്കെ ചിലവഴിക്കാറാണ് ഇപ്പോൾ പതിവ്.
ഇവരന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അടിയിൽ ഈ കിളികളുടെ ഫുഡ് വീട് നടക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ അവർ ഓടൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വേറൊരു കൂട് സെറ്റ് ചെയ്ത് അതിൽ 2 പേരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അതിവിടെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 തത്തകളെ മേടിച്ച് ആ കൂട്ടിലിട്ട്. അപ്പോൾ ഇവരെ കണ്ടിരുന്ന് കിളികളെയൊക്കെ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും മിക്കപ്പോഴും ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാറുണ്ട്. മക്കളുള്ളപ്പോൾ മക്കളും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരുന്ന് ഫുഡ് കഴിക്കും. കിളികളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ തത്തമ്മകളും കൂടെ ഉള്ള കാരണം കൊണ്ട് അവർ നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ 2 പേരും കൂടി വിളി തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ തത്തകൾ, കൊടുവും കൂണും, അങ്ങനെയാണ് പേരിട്ടാക്കുന്നത്. കൊടുവിന് ഭയങ്കര ഇഷ്ടമാണ്, എന്ത് കൊടുത്താലും കഴിക്കുവോള്. ഇപ്പോൾ പുട്ടാണ് കേട്ടോ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവർക്ക് പുട്ടും അപ്പവും ഞാൻ മക്കൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇറ്റങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇവർക്ക് പഴമൊന്നും വേണ്ട, ഇവർക്ക് ഈ ചപ്പാത്തിയും ഇടിയപ്പവും പുട്ടൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വണ്ണം വെച്ച് ഭയങ്കരമായിട്ടായി. അപ്പോൾ എനിക്ക് പേടിയായി. ഇപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കൊടുക്കണില്ല കുറച്ച് ദിവസമായിട്ട്. എന്നാലും നമ്മൾ കഴിക്കുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. കൊടു വന്നിരുന്ന് തലയാട്ടി വിളിക്കുന്നത് ഞാനിപ്പോൾ കാട്ടിത്തരാട്ടോ നിങ്ങൾക്ക്. ആൾക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ നമ്മളെ അല്ലെങ്കിൽ ചെന്ന് മൈൻഡ് ചെയ്തില്ലെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ വിളിക്കും. ഇതേ കണ്ട, കൊടുവെന്ന് വിളിച്ച് കഴിഞ്ഞാൽ വിളിയേക്കും. അപ്പോൾ ഇവർ വന്ന കാരണം കൊണ്ട് മുകളിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഭയങ്കര സൈലൻ്റാണ്. മുകളിൽ ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ഇവർക്കൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു, ഭയങ്കര കുറുമ്പന്മാരാണ് ഇവർ. ഈ കൂടുമ്പൊക്കെ എന്തെങ്കിലും ഒരു വള്ളി കിട്ടിയാൽ പോലും ഇവർ സമ്മതിക്കില്ല, ഒക്കെ പൊട്ടിച്ചളയും. ഇപ്പോൾ ഇവർക്ക് ഇത്തിരി ശാന്തതയാണ്. ഇപ്പോൾ ഇവർ വന്ന കാരണം കൊണ്ട് ഇത്തിരി അഹങ്കാരമൊക്കെ കുറഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് സഹസ്രതാളപത്മത്തിൻ്റെ ഒരു വിത്ത് കിട്ടിയായിരുന്നേ. അപ്പോൾ അത് നട്ടിട്ടുണ്ട്. പൂക്കുകയാണെങ്കിൽ കാട്ടിത്തരാട്ടാ. നമുക്കൊരു ചേട്ടൻ കൊണ്ടുതന്ന രാത്രിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റാതിരുന്നത്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് കൊണ്ടുതന്ന ആ ചേട്ടനോട് നമുക്ക് പറയാം. ഇതിനകത്ത് പഴയതിനെയും നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.